എന്റെ പേര് സൗമിനി. ഞാൻ ഐജാമറസിലെ 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. എന്റെ പേര് വിജിത്. ഞാനും ഐജാമറസിലെ കുട്ടിയാണ്. ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ശബ്ദത്തെ കുറിച്ചാണ്. ശബ്ദത്തിന്റെ 2 ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സ്ഥായിയും ഉച്ചതയും. നമുക്ക് ആദ്യം സ്ഥായി എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു പെൺകുട്ടി എഴുന്നേക്കും. നിന്റെ പേരും ക്ലാസ്സും പറയും. എന്റെ പേര് വിഷ്ണുപ്രിയയാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ്. ഓക്കെ, ഇനി ഒരു ആൺകുട്ടി എണീക്കൂ. നിന്റെ പേരും ക്ലാസ്സും പറയൂ. എന്റെ പേര് വിശാഖ്. എന്റെ ക്ലാസ് 8A. ഞാൻ ഐജമാറിലാണ് പഠിക്കുന്നത്. നിങ്ങൾ 2 കുട്ടികളുടെ ശബ്ദം കേട്ടില്ലേ? പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. നിങ്ങൾ ആൺകുട്ടിയുടെ ശബ്ദം കേട്ടു. പെൺകുട്ടിയുടെ ശബ്ദമാണോ ആൺകുട്ടികളുടെ ശബ്ദമാണോ കൂർമ്മത കൂടുതൽ? ഇതിൽ പെൺകുട്ടിയുടെ ശബ്ദത്തിനാണ് കൂർമ്മത കൂടുതൽ. അപ്പോൾ ആൺകുട്ടിയുടെ ശബ്ദത്തിന് കൂർമ്മത കുറവ്. അപ്പോ ഉച്ചത എന്താണ്? ഇനി ഞങ്ങൾ ഉച്ചത എന്താണെന്ന് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു TVയുടെ ശബ്ദം കൂട്ടി. അപ്പോയോ? പേരക്കുട്ടി ശബ്ദം നന്നായി കൂട്ടി. അപ്പോൾ അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നു. എന്ത് ശബ്ദമാണിത്? എന്നിട്ടും മുത്തശ്ശിക്ക് TV കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് പറയാമോ? എന്നാ ഒരാൾ പറയാം, എന്താണ് കാരണം? മുത്തശ്ശിക്ക് വയസ്സായി. അതിന് കേൾവി കുറവായി. എന്നാൽ അമ്മയ്ക്കും കുട്ടിക്കും നല്ല കേൾവായിരിക്കും. ശരിയായ ഒരാളുടെ ചെവിയിൽ ശബ്ദമുണ്ടാക്കുന്ന അളവാണ് ഉച്ചത. ഉച്ചത എന്നാൽ എന്താ? ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന കേൾവിയുടെ അളവ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഞങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാമോ? നല്ല ക്ലാസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.